അങ്ങനെ പുഷ്പ 2 ട്രെയിലർ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറെ സിനിമകൾ അതിന്റെ ഇടയിൽ കൂടെ കുത്തിത്തിരികെ വന്നപ്പോൾ ഇത് വിട്ടുപോയി സത്യം പറഞ്ഞാല്. അപ്പൊ അത് എങ്ങനെയുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം? പുഷ്പ 2 ട്രെയിലർ എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ആ സംഭവം ഇഷ്ടമായി. പക്ഷെ കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടമായിട്ടില്ല. അത് എനിക്ക് ഒന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് പുഷ്പ 1 നല്ല ഒരു മൂവി ആയിട്ട് പുഷ്പ 2 മാറും എന്നുള്ളതന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം പുഷ്പ 1 നിന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു മുഴുവൻ. അതായത് ഒരു സാധാ ഒരാൾ എങ്ങനെയാണ് അത്രയും വലിയൊരു പൊസിഷനിൽ എത്തുന്നത് എന്നുള്ളതാണ് പുഷ്പ 1 കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, പുഷ്പ 2 ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ വില്ലൻ പോലീസ് ഓഫീസർ ആണല്ലോ. മൂപ്പരാളെ ഫഹദിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ക്ലാഷ് നല്ല രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വൺ മാൻ ഷോ, അല്ലു അർജുന്റെ വൺ മാൻ ഷോ സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ്. ഒരു കംപ്ലീറ്റ്ലി വൺ മാൻ ഷോ, അതായത് അല്ലു അർജുനെ നേരിടാൻ ആരുമില്ല. പുഷ്പ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു സിനിമ ആവൂല അത്, മനസ്സിലായി. പിന്നെ അത് ഓവർ ദി ടോപ്പ് സാധനങ്ങൾ ട്രെയിലറിൽ തന്നെ കുറെ കാണിച്ചിട്ടുണ്ട്. 2-3 സാധനങ്ങളുണ്ട്. എന്താണ് പുഷ്പ മറ്റേ ഫയർ അല്ല, വൈൽഡ് ഫയർ ആണ്. പിന്നെ എന്തിന്റെയൊക്കെ മേലെ കൂടെ ചാടി പോകണൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പുഷ്പ 1 ഉണ്ടായിരുന്നു. പക്ഷെ പുഷ്പ 1 എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പുഷ്പ 1 ഒക്കെ നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തിരുന്ന കണ്ട പടമാണ് പുഷ്പ 1. അപ്പൊ അതില് തെലുങ്ക് പടം ആയതുകൊണ്ട് ഓവർ ദി ടോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെ മനസ്സിൽ നിൽക്കില്ല. ഈ ലോജിക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ അതാണ് ലോജിക്ക് വെച്ചിട്ട് സിനിമ കാണാൻ പോരുത്, മനസ്സിലായില്ല. അത് ചിലപ്പോൾ സ്റ്റോറി തന്നെ ഒരു ലോജിക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ അല്ലു അർജുനക്ക് ഇങ്ങനെ ചെയ്താൽ പോലെ, ഈ പകുതിന് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നുള്ളൊരു ചിന്ത സിനിമ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത വരും. പക്ഷെ നമ്മളത് അങ്ങനല്ലല്ലോ, സിനിമ എന്ന് പറയുന്ന കാഴ്ചയാണല്ലോ. അപ്പൊ അതങ്ങനെ വിഷ്വലി അതങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പുഷ്പ 1 എനിക്ക് അങ്ങനെ ചിന്തകളൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പുഷ്പ 2 എന്ന് പറയുന്നത് എന്തുകൊണ്ടും പുഷ്പ 1 നല്ലൊരു മൂവി ആയിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ അങ്ങനെയാണ്. പുഷ്പ 1 കുറച്ചുകൂടെ നല്ല ട്രെയിലറും പുഷ്പ 2 തന്നെയാണ്. പിന്നെ അതിൽ ഫഹദ് എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഒരു വില്ലൻ റോളിൽ വരുമ്പോൾ അത് ആ സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റി. പിന്നെ നല്ലൊരു ഗംഭീര ക്യാരക്ടർ ആവണം, അതാണ് പ്രശ്നം. എല്ലാതെങ്കിലും തീരും. പക്ഷെ നല്ലൊരു ക്യാരക്ടർ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറിനായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്യാരക്ടർ ഫഹദിന്റെ ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ അത് എനിക്ക് തോന്നുന്നത് പുഷ്പ 1 കടത്തി വെട്ടുന്ന ഒരു പടം തന്നെ ആവും പുഷ്പ 2 എന്നുള്ളത് തന്നെയാണ്. കാരണം പുഷ്പ 1 നമ്മൾ കാണാത്ത പലതും ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ വെറുപ്പിക്കലുണ്ടാവും. മറ്റേ രശ്മിക ഉണ്ട് പുഷ്പ 1 നല്ല രീതിയിൽ വെറുപ്പിച്ച് പോയതാണ്. പുഷ്പ 2 വെറുപ്പിക്കാൻ തന്നെ ആവും വരിക. പിന്നെ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് രശ്മിക ഈ മൂവിയിൽ മരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ള റൂമേഴ്സ് ആണ്, രശ്മിക മരിക്കും എന്നുള്ളത്. മരിക്കാതിരിക്കുക അത് വിഷയമല്ല. അപ്പൊ ഞാൻ ഇപ്പൊ പറയാനിപ്പോ വലിയ സംഭവം ഒന്നുമില്ല. ട്രെയിലർ കുറച്ച് മിനിറ്റിന്റെ സാധനങ്ങളല്ലേ ഉള്ളൂ. കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും മൂവി റിലീസ് ചെയ്യണം. പക്ഷെ ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് പുഷ്പ 1 നല്ലൊരു മൂവി ആയിട്ട് പുഷ്പ 2 മാറും എന്നുള്ള തന്നെയാണ്. ഇതിൽ കാരണം നല്ലൊരു പുഷ്പനായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്യാരക്ടർ പുഷ്പ 1 ഉണ്ടായിരുന്നില്ല. അതായത് അല്ലു അർജുനായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്യാരക്ടർ അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പുഷ്പ 2 അങ്ങനല്ല, പിടിച്ചു നിൽക്കാനുള്ള ഒരു ക്യാരക്ടർ പുഷ്പ 2 വരുന്നുണ്ട്. അതിൽ അല്ലു അർജുനക്ക് നല്ല പണി ഇതിൽ കിട്ടുന്നുണ്ട് ട്രെയിലർ കാണുന്ന സമയത്ത്. അപ്പൊ അത് കുറെ പണി കൊടുക്കുന്നുണ്ട് അല്ലു അർജുനക്ക്. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റും എന്നുള്ള തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഗൈൻ ഓവർ ദി ടോപ്പ് സാധനങ്ങൾ, ഒരു ലോജിക്ക് ഇല്ലാത്ത കുറെ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ വരിക. തെലുങ്ക് പടമാണല്ലോ, അതിന് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിച്ചിട്ട് നിങ്ങൾ പോയിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവും. പക്ഷെ അതല്ലാതെ നിങ്ങൾ പുഷ്പ 1 ഇഷ്ടപ്പെട്ട ഒരാൾക്ക് പുഷ്പ 2 ഇഷ്ടപ്പെടും തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അതിനേക്കാളും ഇഷ്ടപ്പെടും പുഷ്പ 2. കാരണം പുഷ്പ 1 എന്ന് പറയുമ്പോൾ അതിലുണ്ട് കുറെ ലോജിക്ക് ഇല്ലാത്ത സാധനങ്ങളും കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോജിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ക്രിഞ്ചായിട്ട് തോന്നുന്ന കുറെ സാധനങ്ങൾ അതിൽ തന്നെ ഉണ്ട്. രശ്മികൊക്കെ എന്താണ് അതിൽ കാട്ടിയെന്നുള്ള ഇതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ പുഷ്പ 1 മൊത്തത്തിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞ സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നല്ലോ. പക്ഷെ അതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് പുഷ്പ 2 തരുന്നുള്ളതിന് എനിക്ക് പേഴ്സണലി ട്രെയിലർ കണ്ടപ്പോൾ തോന്നണം. ഞാൻ ബാക്കി സിനിമ ഇറങ്ങി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.